ഇന്ന് രാത്രി മുതൽ നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ മെയിൻ ഹെഡിങ് നോട്ട് ചെയ്താട്ട് ചാപ്റ്റർ 12 ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം, ലിവിങ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ക്രൈസ്റ്റ് റെവലേഷൻ. അതാണ് തുടർന്നുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്, ചാപ്റ്റർ 12 and 13. 12-ാം അധ്യായത്തിൻ്റെ മെയിൻ ഹെഡിങ് ദി എൻഡ്യൂറൻസ് ഓഫ് ഫെയ്ത്ത്. ദി എൻഡ്യൂറൻസ് ഓഫ് ഫെയ്ത്ത് അതാണ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 1 to 29, 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിക്കാം, എക്സോർട്ടേഷൻ ടു എൻഡ്യൂറൻസ് ആൻഡ് ഹോളിനെസ്. Exhortation to endurance and holiness. We may divide chapter 12 into 5. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് എല്ലാ പുസ്തകങ്ങൾക്കും ഒരു പ്രത്യേകമായിരിക്കുന്ന കണ്ടന്റ് ഉണ്ട്, ഒരു പ്രത്യേകമായ വിഷയമുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് അതായിരിക്കും വെളിപ്പെടുത്തുന്നത്. ആ മെയിൻ സബ്ജക്റ്റ് നിന്നുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സ് കടന്നു വരുമ്പോൾ ആ ഓരോ ചാപ്റ്റേഴ്സിനും ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ബായിരിക്കുന്ന സബ്ജക്റ്റ് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും, ഒരിക്കലും മാറിപ്പോകത്തില്ല. അതോടൊപ്പം തന്നെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ തന്നെ പല സബ്ജക്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും, പക്ഷെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ മെയിൻ സബ്ജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. നമ്മൾ ദൈവവചനം പഠിച്ചാൽ നമുക്ക് തെറ്റിപ്പോകാതെ നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം നമ്മുടെ മെയിൻ തോട്ടിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, മറിച്ച് ഒന്നും ഉണ്ടാകുകയില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആ മെയിൻ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കണം. മെയിൻ ടോപ്പിക്കിന് ശേഷം ഓരോ സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാം 66 പുസ്തകങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ജീസസ് ക്രൈസ്റ്റ്. ഈ 66 പുസ്തകങ്ങൾ, ഓരോ പുസ്തകങ്ങൾ നമ്മൾ എടുത്താലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഓരോ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഉൽപ്പത്തി യേശു സൃഷ്ടാവെന്ന് വെളിപ്പെടുത്തുന്നു, പുറപ്പാട് യേശു വീണ്ടെടുപ്പുകാരെന്ന് വെളിപ്പെടുത്തുന്നു, ലേവ്യ പുസ്തകം യേശു മഹാപുരോഹിതനെന്ന് വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഓരോന്നും. അപ്പോൾ മെയിൻ സബ്ജക്റ്റ് ജീസസ് ക്രൈസ്റ്റ്. ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ടാണ് ഓരോ പുസ്തകങ്ങളും ആ മെയിൻ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് സബ്ജക്റ്റാണ്. ഓരോ പുസ്തകങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും അതിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പോകുന്നത്. ഒന്നിന് വിരുദ്ധമാകത്തില്ല. നമ്മൾ ഈ ലൈനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി ആ പുസ്തകം എഴുതിയോ ആ ലൈനിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റാർട്ടിങ് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് തരുവാനിടയായിത്തീർന്നത്. അതുകൊണ്ട് നമ്മുടെ 12-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി എൻഡ്യൂറൻസ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് വളരെ ആവശ്യമായിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സബ്ജക്റ്റ് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് എൻഡ്യൂറൻസിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കർത്താവായ യേശു. അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ മെയിൻ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനത്തിലെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുവാ? കർത്താവായ യേശു ബെറ്റർ ദാൻ. അപ്പോൾ യേശു ക്രിസ്തു ബെറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ആ മെയിൻ കണ്ടന്റിൽ തന്നെ നിന്നുകൊണ്ട്, സബ്ജക്റ്റിൽ തന്നെ നിന്നുകൊണ്ട് 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം. പക്ഷെങ്കിൽ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ മറ്റാരുമല്ല, ആരുമരക്ഷിതാവായ യേശു തന്നെ. അതുകൊണ്ട് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നോട്ട് ചെയ്താട്ട് ജീസസ് ക്രൈസ്റ്റ് the supreme example of endurance. Praise God. നിങ്ങൾക്കറിയാം, ഇവിടെ തുടങ്ങുന്ന വേർഡ് ഇപ്രകാരമാണ്, ആകയാൽ നാമം. ആകയാൽ എന്നുള്ള വേർഡ് ആ തുടക്കത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ചാപ്റ്ററിൻ്റെ തുടക്കമാണെങ്കിലും ഇത് മുൻപിൽ പറഞ്ഞ വിഷയമായിട്ട് ഇതിന് വളരെ ലിങ്ക്ഡ് ആണ്. ഏത് വിഷയമായിട്ടാണ് ഇത് ലിങ്ക്ഡ് ആയിരിക്കുന്നത്?
നിങ്ങൾക്കറിയാം, ഈ വാസ്തവത്തിൽ നമ്മൾ 11-ാം അധ്യായം പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു കാരണമുണ്ട്. അത് 10-ാം അധ്യായത്തിൽ കൊണ്ട് അവസാനിപ്പിച്ച സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിലാണ് 11-ാം അധ്യായം തുടങ്ങിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ എന്താണ് കൊണ്ട് അവസാനിപ്പിച്ചത്? ചാപ്റ്റർ 10, 10-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് വേഴ്സ് 32 and 33 and 34, 32 മുതൽ 34 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചു. പ്രകാശനം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി. നിങ്ങൾക്കറിയാം, ഇത് ആർക്കാ എഴുതുന്നത്? എബ്രായ വിശ്വാസികൾ, യഹൂദന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കുന്ന വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ എബ്രായ വിശ്വാസികളോട് ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുകയാണ്, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഉൾക്കണ്ണുകൾ, അവരാണ് യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ചതെങ്കിലും പിൽക്കാലത്ത് ദൈവം അവരുടെ ഹൃദയക്കണ്ണുകൾ തുറന്നു കൊടുത്തതുകൊണ്ട് അവ ക്രൂശിച്ചവനാകുന്ന യേശു തന്നെയാണ് അവരുടെ രക്ഷിതാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ രക്ഷകനെ സ്വീകരിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പ്രകാശനം ലഭിച്ചവരാണ്. അകത്ത് പ്രകാശനം ലഭിച്ചു. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു? താഴെ അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ത് സംഭവിച്ചു? നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അപ്പോൾ നിങ്ങൾ ആരായി മാറ്റപ്പെട്ടു? നിങ്ങൾ കൂത്തുകാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഒരു കളിയാക്കുന്ന ഒരു വിഷയമായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടു. ആര് മാറ്റപ്പെട്ടു? എബ്രായ വിശ്വാസികൾ മാറ്റപ്പെട്ടു. എപ്പോൾ മാറ്റപ്പെട്ടു? അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയത് കൊണ്ട് യേശുവിനെ നിൽക്കുവാൻ തുടങ്ങിയ സമയം മുതൽ മറ്റുള്ളവരാൽ അവർ നിന്ദിക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. അവിടെ പറയുന്നു, പരസ്യമായിരിക്കുന്ന ഒരു കാഴ്ച വസ്തു മറ്റുള്ളവർക്ക് കളിയാക്കുവാനുള്ള ഒന്നായിട്ട് എബ്രായ വിശ്വാസികൾ തീരുമാനമായിട്ടിടയായി തീർന്നു. അത് മാത്രമല്ല, താഴെ വാക്യം പറഞ്ഞ ഇപ്രകാരമാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് പീഡകൾ ഉണ്ടായി, നിന്ദകൾ നിങ്ങൾക്കുണ്ടായി. എന്നിട്ട് അത് അനുഭവിക്കുക മാത്രമല്ല, ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു, കഷ്ടങ്ങളാൽ ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവേൻ. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇവരുടെ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്? ഒത്തിരി കഷ്ടം കർത്താവായ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി പീഡകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി പോരാട്ടത്തിൽ കൂടെ അവർ കടന്നുപോയി. അവരുടെ സമ്പത്ത്, താഴത്തെ വാക്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ 34-ാമത്തെ വാക്യം പറയുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് അല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അപ്പോൾ ദൈവത്തിന് വേണ്ടി യേശുവിനെ കണ്ടുമുട്ടുന്ന മുഖാന്തരമായിട്ട് സമ്പത്ത് വരെ അവരുടെ നഷ്ടപ്പെടേണ്ടി വന്നിട്ടും അതെല്ലാം സന്തോഷത്തോടെ അവർ സഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒത്തിരി പ്രയാസങ്ങൾ കൂടെ എബ്രായ വിശ്വാസികൾ കടന്നുപോയി. ഇതാണ് 10-ാം അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന എബ്രായ വിശ്വാസികൾ എന്ന് പറയുന്നത് പീഡനങ്ങളിൽ കൂടെ കടന്നു പോയതായിരിക്കും ഒരു കൂട്ടം ജനം, വളരെ കഷ്ടങ്ങൾ കൂടെ കടന്നു പോയതായിരിക്കും ഒരു ജനം, വളരെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോയതായിരിക്കും ഒരു ജനം. ഈ ജനത്തെ നോക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനോട് പ്രസാദമില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഒത്തിരി എനിക്ക് വേണ്ടി നിങ്ങൾ സഹിച്ചു, പക്ഷെങ്കിൽ എന്താവശ്യമാണ്? ഇന്നും നിങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. അപ്പോൾ വിശ്വാസം വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകൾ ചെയ്തത് യാതൊന്നും ദൈവം കണക്കിടുകയില്ല. ശ്രദ്ധിക്കണം നമ്മൾ ഈ വേർഡ്. കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം സാക്രിഫൈസ് ചെയ്താലും നമ്മെ ദൈവം നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ആ കമ്മിറ്റ്മെന്റ്
കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ കമ്മിറ്റ്മെന്റ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. കഴിഞ്ഞ നാളുകൾ എന്തെല്ലാം ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യമുള്ളത്. ഇന്ന് ഞാനും നിങ്ങളും അതിൽ നിലനിൽക്കുന്നതിലാണോ ആവശ്യമുള്ളത്? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസൻ നിലനിൽക്കേണ്ട ഈ ആവശ്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ താന് ഇടയ്ക്ക് ഒരു ഇടവേള ഇട്ടിട്ട് താനിപ്രകാരം തുടങ്ങിയാണ്. കഴിഞ്ഞ നാളുകൾ വിശ്വാസത്തിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കുവാൻ ഇടയായിത്തീർന്ന വിശുദ്ധന്മാരുടെ പട്ടികയാണ് കൊടുക്കുന്നത്. എന്തിനാ അവ കൊടുക്കുന്നത്? ഇത് അവർക്കൊരു എൻകറേജിങ് ആകുവാൻ വേണ്ടി കൊടുക്കുക, അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കൂട്ടം വിശ്വാസ വീരന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവരുടെ ചെയ്തു കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസൻ തുടങ്ങിയാണ് 12-ാം അധ്യായം തുടങ്ങുക. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം വായിച്ചിട്ട് വേണം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങാൻ. എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഇടവേളയാണ്. ഒരു പ്രത്യേകിച്ച് ഇവരെ എന്ന് എക്സോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് 11-ാം അധ്യായം. അപ്പോൾ വാസ്തവത്തിൽ ഈ 10-ാം അധ്യായത്തിന്റെ തുടർച്ച ഏതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 10-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 12-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ ബാക്ക് അതിന് പിന്നാലെ തുടങ്ങുകയാണ് 12-ാം അധ്യായം. 12-ാം അധ്യായം എന്താ തുടങ്ങുന്നത്? അവിടെ ദൈവത്തിന്റെ ദാസന് പറഞ്ഞു ആകയാൽ നാം എന്നിട്ട് ഈ കഴിഞ്ഞു പോയതായിരിക്കുന്ന അവസ്ഥകളെ, നിങ്ങളുടെ കഴിഞ്ഞകാല ക്രിയകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമയത്ത് ദൈവത്തിന്റെ ദാസൻ സംസാരിക്കുന്നത് കഷ്ടത്തിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന എബ്രായ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണോ, അവർ പിന്മാറുവാൻ ചാൻസസ് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതുവാൻ ഇടയെത്തിയിരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. അപ്പോൾ പിന്മാറുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ജനത്തോടാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. അവർ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നു? വളരെ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞോട്ടെ. വളരെ കഷ്ടങ്ങൾ കൂടെ അവർ കടന്നു പോകുന്ന ആ ജനത്തോട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ് ആകയാൽ നാം. എന്താ ഈ നാം എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ കൂടെ ദൈവത്തിന്റെ ദാസന് അവരോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. എന്താ അവിടുത്തെ വിഷയം? എന്താ അവിടെ കാണുവാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒരൊറ്റപ്പെട്ടവരല്ല എന്ന് ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ വളരെ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുക. ഒരു പക്ഷെങ്കിൽ അവർ ചിന്തിച്ചു കാണും, ഞങ്ങൾ ഈ കർത്താവിനെ കണ്ടുമുട്ടി എന്തുവേണ്ടി ഭാരത്തിൽ കൂടെ കടന്നുപോയി, ഇത്രമാത്രം പ്രശ്നം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളുവോ എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്നവരോട് അന്ന് വെളിപ്പെടുത്തുവാനാണ് ഈ 11-ാം അധ്യായത്തിന്റെ കണക്കുകൾ മുഴുവൻ ദൈവദാസൻ നിരത്തിവെച്ചത്. എന്തിനാ നിരത്തിവെച്ചത്? ഒരു കാര്യം വെളിപ്പെടുത്തുവാൻ. നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ യുണീക്ക് ആണെന്ന് ചിന്തിക്കരുത്. നിങ്ങളെപ്പോലെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചവർക്കും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരൊറ്റപ്പെട്ട സംഭവമല്ല നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരൊറ്റപ്പെട്ട വിഷയമല്ല, നിങ്ങൾക്ക് സംഭവിച്ച ഒരൊറ്റപ്പെട്ട കാര്യമല്ല, നിങ്ങൾക്ക് മാത്രമേ ഇത് സംഭവിച്ചുള്ളൂ എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർ ഏത് രീതിയിലുള്ള കഷ്ടങ്ങൾ അനുഭവിച്ചാലും അവരൊന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഞാൻ മാത്രമേ ഇങ്ങനെ കഷ്ടപ്പെടുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് തികച്ചും തെറ്റാ. അത് മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ പാപത്തിന് കീഴിലായിത്തീർന്നു. ആഹാബിന്റെ കാലത്ത് വളരെ ഹീനമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ദൈവം തന്റെ ദാസനാകുന്ന ഏലിയാവിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ചെന്നിട്ട് ആഹാബിനോട് പറ, ആഹാബേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകൾ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് 3.5 വർഷക്കാലം താൻ കാത്തിരുന്ന് ദൈവം സ്വർഗീയ ഭോജനം കൊടുത്തു. എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിന്റെ വീണ്ടുമുള്ള അരുളപ്പാടിൻ പ്രകാരമായിട്ട് ഈ ഏലിയാവ് ആഹാബിനെ തന്നെ കാണിച്ചുകൊണ്ട് ഈ ബാലിന്റെ വിഗ്രഹങ്ങളെയും ബാലിന്റെ ദേവന്മാരെയും ബാലിന്റെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം നശിപ്പിച്ചിട്ട് ജയാളിയായി നിൽക്കുന്ന സമയത്താണ് ആഹാബിന്റെ ഭാര്യ ഇസബേൽ പറയുന്നത്, നിന്റെ തല ഞാൻ കൊയ്യും. ഈ സമയത്ത് ഏലിയാവ് ചെയ്ത് നേരെ ഗുഹയുടെ മുഖത്ത് അങ്ങ് ഗുഹയിൽ പോയി ഒളിച്ചു.
താൻ അവിടെ ആയിരിക്കുമ്പോൾ ദൈവം അവിടെ കടന്നു ചെന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ദൈവം അവിടെ കടന്നു ചെന്നിട്ട് ദൈവം ചോദിച്ചു, ഏലിയാവേ, നിനക്കെന്തുവാ ഇവിടെ കാര്യം? ഏലിയാവിന് പറയാൻ ഒരു കാര്യമുണ്ട്, ഇസ്രായേലിൽ വേറെ ആരുമില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, ഞാൻ ഒരുത്തൻ മാത്രം. അപ്പൊ തൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആ ഹോൾ ഇസ്രായേലിൽ രക്ഷപ്പെട്ട ഒരൊറ്റ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒന്നേ ഉള്ളെന്നുള്ളതാ. ഈ വലിയ പ്രവാചകന്മാർക്കും ഇങ്ങനൊരു കൺസെപ്റ്റ് വരും. എന്നാൽ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞു, കുഞ്ഞേ, നിന്നെ പോലെ ഞാൻ അനേകരെ ഒരുക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോണേ. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരൊറ്റപ്പെട്ട സംഭവമാണ് ചിന്തിക്കരുത്. എന്നെ പോലെ കഷ്ടം അനുഭവിക്കുന്നവരോ ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുള്ളവരോ അനേകരെ ദൈവത്തിന്റെ തിരുവചനത്തിൽ കൂടെ കാണുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ഇത് ഒറ്റപ്പെട്ട വിഷയമായിട്ട് എനിക്ക് മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മീയ പ്രൈഡിന് കാരണമായി തീരും. നമ്മൾ മനസ്സിലാക്കണം, നാം ഒരു സമൂഹ ജീവിയ, ഒരു സമൂഹത്തിൽ ജീവിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നാം. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ആരെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഒരു സ്വഭാവമുള്ളവരായിരിക്കും. എന്തായിരിക്കും അവരുടെ സ്വഭാവം? പ്രോവർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 1, സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ എനിക്ക് ചേരാൻ പറ്റത്തില്ല, ഈ സമൂഹത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ രീതിയിൽ തന്നെ നടക്കത്തുള്ളൂ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുവെങ്കിൽ മനസ്സിലായിക്കോണം, അവരാഗ്രഹിക്കുന്നത് സ്വേച്ഛയാണ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നത് പ്രൈഡിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മളെല്ലാവരും ഒരു സമൂഹ ജീവികളാണ്. സമൂഹവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. സമൂഹവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാൻ സാധ്യമല്ല എങ്കിൽ നമുക്ക് സമൂഹത്തെ നേടുവാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ BTHൽ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്, സഭ ജീവിക്കുന്നത് അപ്പോസ്തോലിക കാലത്തിലും ലോകം ജീവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലുമാണ്. ഈ രണ്ട് കാലയളവ് നിൽക്കുന്നത് കൊണ്ട് സഭയ്ക്ക് ഈ ലോകത്തെ നേടുവാനായിട്ട് സാധിക്കുന്നില്ല. സഭയ്ക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റുവാനായിട്ട് അവർക്ക് താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, ദൈവിക പ്രിൻസിപ്പിളിന് മാറ്റം വരുവാൻ സാധ്യമല്ല എങ്കിലും ഞാനും നിങ്ങളും സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യാതെ അവരെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് സാധ്യമല്ല. ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങൾ മലമേൽ വെച്ചിരിക്കുന്ന ഒരു പട്ടണമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തണ്ടിന്മേൽ വെച്ച് വിളക്കാണെന്ന് പറയുമ്പോൾ ആ വെളിച്ചം മറ്റുള്ളവർക്ക് ഒന്ന് പരത്തണമെങ്കിൽ ഞാനും സമൂഹവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഒത്തിരി വേർപെട്ടവനാണ്, അതുകൊണ്ട് എനിക്ക് ഇവരുമായിട്ടൊന്നും മിണ്ടാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരൊറ്റ ആത്മാവിനെ പോലും നേടുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഹൃദയവും നിങ്ങൾ ഇല്ല എന്നുള്ളതും സത്യമാണ്. ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് വിശുദ്ധനായിരിക്കുന്ന ദൈവം, വിശുദ്ധിയിൽ വസിച്ചവനായിരിക്കുന്ന ദൈവം തന്റെ സകല വിശുദ്ധിയും വെടിഞ്ഞ് മനുഷ്യൻ പാപത്തിൽ കിടന്നപ്പോൾ ആ പാപിയായിരിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നതാണ് യേശു. യേശുവിന്റെ മാതൃകയാണ് ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത്. എന്തുവാ യേശുവിന്റെ മാതൃക? അവൻ പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. നമ്മുടെ മാതൃക എന്താ? നമ്മൾ പാപത്തെയും വെറുക്കുന്നു, പാപിയെയും വെറുക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവം വെച്ചിരിക്കുന്ന പർപ്പസിൽ നിന്ന് സഭയ്ക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ സാധ്യമാകാതെ സഭ മാറ്റപ്പെടുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വേണ്ടത്? ഞാനായിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എനിക്ക് മറ്റുള്ളവരുമായിട്ടൊരു മിംഗ്ലിംഗ് ഉണ്ടാകേണ്ടത് ആവശ്യം. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയിരുന്ന് കള്ളു കുടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ കൂടെ പോയി പോയിരുന്ന് സിനിമ കാണണമെന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു ദൈവ പൈതലിന് വേർപാട് ആവശ്യമാണ്. എന്നാൽ വേർപാട് അവൻ നിൽക്കെ തന്നെ പാപിയായിരിക്കുന്ന മനുഷ്യരുമായിട്ട് ഒരു ബന്ധമുണ്ടാകേണ്ടത് ആവശ്യമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. വേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരുന്നാൽ മതി. ഇതൊക്കെ പറഞ്ഞാൽ നല്ലതാ. കാരണം ഒരു റിലേഷൻഷിപ്പാണ് മറ്റുള്ളവരെ ദൈവസനിലേക്ക് ആദായപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക. ഈ വേർഡ് എന്താണ്? ഇവക്കൊരു ചിന്ത ഉണ്ടായി, ഞങ്ങളെപ്പോലെ കഷ്ടം അനുഭവിച്ചിട്ടുള്ളവർ വേറെ ആരുമില്ല, ഞങ്ങൾ
ഒത്തിരി ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ എബ്രായ വിശ്വാസിയോട് പറയുവാൻ ഒന്നുണ്ട്, കുഞ്ഞെ, നിങ്ങൾ എന്ത് കഷ്ടം അനുഭവിച്ചു, നിങ്ങളെക്കാൾ കഷ്ടം അനുഭവിച്ച ഇത്രയും വിശ്വാസ വീരന്മാർ നിങ്ങളോടുകൂടെ ഉണ്ട്, നിങ്ങളെ എൻകറേജ് ചെയ്യുവാനുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് സംഭവിച്ച യുണീക്കല്ല. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് കഷ്ടതയായിരുന്നാലും, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ആത്മീയ നന്മകളായിരുന്നാലും, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് സ്വർഗീയ വെളിപ്പാടുകളായിരുന്നാലും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കരുത്. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു രഹസ്യവും ചെയ്യത്തില്ല. മറ്റുള്ളവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും, മറ്റുള്ളവർക്ക് ദൈവം അത് പറഞ്ഞു കൊടുക്കും. എന്താ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമുക്ക് ഒരൊറ്റപ്പെട്ട ജീവികളല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ എനിക്കും നിങ്ങൾ കാണുവാൻ സാധിക്കും അനേകർ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവര്. ദൈവത്തിന്റെ ദാസന് ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നടപ്പുള്ള പരീക്ഷ മാത്രമേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം സാധാരണ ലോക മനുഷ്യനുമുണ്ട്. നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ലോക മനുഷ്യനും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ലോക മനുഷ്യനും ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് സംഭവിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. മറ്റ് പലർക്കും അതേ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അവരും നമ്മളുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്, വിശ്വസ്തനായ ദൈവം നമ്മോടുകൂടെയുണ്ട്. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏത് അനുഭവങ്ങളായിരുന്നാലും അതൊരൊറ്റപ്പെട്ട അനുഭവമായിട്ട് കാണാതെ നമുക്കൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് പലരെയും അവസ്ഥയിൽ കൂടെ കാണുവാൻ സാധിക്കും. എബ്രായ വിശ്വാസികളോട് ദൈവത്തിന്റെ ദാസൻ പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും ചിന്തിക്കരുത്, നിങ്ങൾക്കിതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നോ. എന്നാൽ പിന്നോട്ട് നോക്ക്, നിങ്ങളെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇതിനേക്കാൾ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. 3, ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാസൻ പറയുന്ന, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ചുറ്റുപാടും ആരുണ്ട്? ഒരു സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സാക്ഷികളുടെ സമൂഹം എന്ന് പറയുമ്പോൾ ഓൾറെഡി 11-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ കൊണ്ട് സമർത്ഥിച്ചു കഴിഞ്ഞു ആരാണ് സാക്ഷികളെന്ന്. ഹാബയിൽ തുടങ്ങി താഴോട്ട് വരികയാണ്. എവിടെയാ? അവസാന സമയം വരെ കടന്നു വന്നിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് രക്തസാക്ഷികളായി തീരുവാൻ ഇടയായിത്തീർന്നവ, ദൈവത്തെ വിശ്വസിച്ച് സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നവ, ദൈവത്തെ വിശ്വസിച്ച് ചെങ്കടൽ ഉണങ്ങിയ നിലമായി വിഭാഗിക്കുവാൻ സാധ്യമായി തീർന്നവർ, ദൈവത്തെ വിശ്വസിച്ച് എരിഹോ മതിൽ വീഴുവാൻ കാരണമായി തീർന്നവർ, ദൈവത്തെ വിശ്വസിച്ച് ലോകം മുഴുവൻ നശിച്ചു പോയപ്പോൾ ഒരു പെട്ടകം പണിത് അതിൽ കൂടെ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്ന വിശ്വാസ വീരന്മാരെ എല്ലാം ഇവിടെ സാക്ഷികളായിട്ട് നിർത്തിയിരിക്കുക. അവരിവിടെ നമ്മുടെ ചുറ്റുപാട് ഉണ്ടെന്നല്ല ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം, സ്വർഗത്തിലാകുന്നുവെങ്കിലും ഇവരിപ്പോൾ എന്തായിട്ടുണ്ട്? ഇവര് കാഴ്ചക്കാരായിട്ട് നിൽക്കുക. ഞാനും നിങ്ങളും ഇന്ന് എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്? സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ട് നമുക്ക് മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഒരു ഓട്ടത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ആ ഓട്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ഓട്ടക്കളത്തിൽ ഓടി തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഇപ്പത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. കുഞ്ഞെ, ഒന്നുകൂടെ ഒന്ന് പിടിച്ചോ, നിനക്ക് ഇരിക്കുവാൻ സാധിക്കും. ഒന്നുകൂടെ നോട്, നിനക്ക് ജയിക്കുവാൻ സാധിക്കും. ആരായി പറഞ്ഞു വരുന്നത്? പിന്നോട്ട് ചുറ്റുപാട് നോക്കിയാൽ കാണുന്നത് നോഹയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ചുറ്റുപാട് നോക്കിയാൽ ആരെ കാണാം? ഹാബേലിനെ കാണുവാൻ സാധിക്കും. ചുറ്റുപാട് നോക്കിയാൽ ആരെ കാണാം? ദാവീദിനെ കാണുവാൻ സാധിക്കും. ഇവരെല്ലാം കൈയടിച്ചുകൊണ്ട് നമ്മളെ ഇവിടുന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞെ, വിട്ടുകളയില്. ഇത് നിന്റെ ജീവിതത്തിന്റെ നാശത്തിന് കാരണമല്ല. ഇതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നീ അടുത്ത സ്റ്റെപ്പിലേക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ പോകുക. നീ ജയാളിയായി തീരുവാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ കടന്നു വന്നു, എനിക്കതിൽ ജയിക്കുവാൻ തക്ക കാരണമായി തീർന്നു. അതുകൊണ്ട് നിനക്കും ജയിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു വരിക. കളി കാണാനിരിക്കുന്ന ഒരു കൂട്ടമല്ല ഇതിനകത്ത്.
ഈ വിഷയം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് കൂടുതലും ഈ സ്പോർട്സ് താരങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, വലിയ വേൾഡ് ഫുട്ബോൾ ഗെയിം നടക്കുന്ന സമയത്ത് രണ്ട് ടീമുകൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പുറത്ത് പെലെ നിന്നുകൊണ്ട് ജയിക്കുന്ന ടീം ഒരു അല്പം കൂടെ മുൻപോട്ടൊന്ന് എൻകറേജ് ചെയ്യണമെങ്കിൽ അദ്ദേഹം കൈയടിച്ചു കൊടുക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കൈയടി എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ ഈ ടീമങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ പെലെ എന്ന മനുഷ്യൻ സാധാരണപ്പെട്ട ഒരു കാഴ്ചക്കാരനെ പോലെ നിന്നുകൊണ്ടല്ല കൈയടിക്കുന്നത്. കഴിഞ്ഞ നാളുകൾ അവൻ ഓടിയതാണ്, അവൻ ഫുട്ബോൾ കളിച്ചവനാണ്, ലോകത്തിൽ ജയാളിയായി നിന്നവനാണ്, ഒരൊറ്റപ്പെട്ട അവസ്ഥയിൽ ജയാളിയായിട്ട് മുൻപോട്ട് വന്നവനാണ്. അവനാണ് നിന്ന് കൈയടിച്ചു കൊടുക്കുന്ന. കുഞ്ഞെ, ഒന്നുകൂടെ ഓടെ തളർന്നു പോകരുത്. നീ ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ നിനക്കൊരു ഗോൾ അടിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്. ഇതാണ് എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന സാക്ഷികൾ എന്നോട് പറഞ്ഞു തരുന്നത്. ഹോളി സ്പിരിറ്റ് എൻ്റെ ചുറ്റുപാട് നിന്ന് സാക്ഷികൾക്ക് പറയുവാൻ സാധിക്കുന്നത്, കുഞ്ഞെ, തളർന്നു പോകരുത്, മടുത്തു പോകരുത്, മുമ്പോട്ട് പോ, നീ അടുത്ത കാല് വെക്ക്, നിനക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, ഇന്നവരുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഇല്ല, ഇന്നവരുടെ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ല. എന്നാൽ ഒരു കാര്യം നമുക്കുണ്ട്. കഴിഞ്ഞ നാളുകൾ അവർ കടന്നുപോയ പാതകൾ എൻ്റെയും നിങ്ങളുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ നാളുകൾ അവർ നിന്നതായിരിക്കും വിശ്വാസ സ്റ്റെപ്പുകൾ എൻ്റെയും നിങ്ങളുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ നാളുകൾ അവർ മുൻപോട്ട് ഓടിയതായിരിക്കുന്ന എന്റെയും നിങ്ങളുടെ മുൻപിലുണ്ട്. ഇന്ന് രാത്രി ഓർക്കണമേ പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി വരുമ്പോൾ മറന്നു കളയരുത്. എനിക്കും നിങ്ങൾക്ക് ചുറ്റുപാടും അനേക ആയിരങ്ങൾ നിന്നുകൊണ്ട്, 10,000 ലക്ഷങ്ങൾ നിന്നുകൊണ്ട്, അന്ന് ജീവിച്ചിരുന്നവർ മാത്രമല്ല, ഇന്ന് ലോകത്തിൽ വിശ്വാസത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന അനേക ഭക്തന്മാരുടെ ജീവിതങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു കാര്യം നമുക്ക് പറയുവാൻ സാധിക്കും, തളർന്നു പോകരുത് കുഞ്ഞെ, ഓട്, നിനക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് എബ്രായ വിശ്വാസിയോട് ദൈവത്തിൻ്റെ ദാസന് പറയുവാനുള്ളത്. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, മൈറാഡ് ഓഫ് വിറ്റ്നസ്, മൾട്ടിറ്റ്യൂഡ് ഓഫ് വിറ്റ്നസ്, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, ഒരു വലിയ സാക്ഷികളുടെ കൂട്ടം എൻ്റെ ചുറ്റുപാട് നിൽക്കുക. എൻ്റെ ചുറ്റുപാട് അവരുണ്ട്. അവർ പരാജിതരായിരുന്നില്ല, അവർ ജയാളിയായിട്ട് വെളിയിൽ വന്നവരാ. പ്രതികൂലമില്ലാതെ സുഖമായിട്ട് അവർ ജീവിച്ചവരല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ജയാളിയായിത്തീർന്നവരാ. ഇവരാ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കൈയടിക്കുന്നത്, ഓട്, ഓട്, ഓട്. ഇതാ ഞാൻ നിങ്ങളെ കാണേണ്ടത്. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ ഒരു കാര്യം പറയുന്നു, ദൈവമക്കൾക്ക് എന്തുണ്ട്? ഒരോട്ടമുണ്ട്. ഈ ഓട്ടത്തിന് വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ദൈവദാസൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു പ്രിപ്പറേഷൻ. രണ്ട്, ഒരു പെർഫെക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കണം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഇവിടെ വിശ്വാസ ജീവിതത്തെ ഒരോട്ടവുമായിട്ടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഓട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഓട്ടമല്ല. ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന ഒരു ഓട്ടമല്ല. 100 മീറ്റർ ഓട്ടമല്ല ഇത് പിന്നെ എന്തോ ഓട്ടമാ. ഇത് കുറച്ച് കാലം ഇത് ഓടാനുണ്ട്. ഇത് ലോങ് ഡിസ്റ്റൻസ് ഓട്ടമാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് ഒരു വാസ്തവത്തിൽ ഒരു മാരത്തോൺ ഓട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവദാസൻ അതാ മുമ്പിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു മാരത്തോൺ ഓട്ടം ഓടുവാനായിട്ട് പോകുക. എത്ര മൈലാണെന്നും എനിക്കറിയത്തില്ല, 10 മൈലോ 25 മൈലോ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു ഓട്ടത്തിൻ്റെ പ്രിപ്പറേഷൻ, ആ ഒരു ഓട്ടമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ടിടയായിത്തീരണമെങ്കിൽ ആ മനുഷ്യന് ഈ രാവിലെ ഒരു ഓട്ടത്തിൻ്റെ ദിവസം ഒന്ന് ഫിക്സ് ചെയ്തു, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഓട്ടം തുടങ്ങി, ഇന്നടത്ത് വരെയാണ് ഓട്ടം തുടങ്ങിയിട്ട് അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത്, രാവിലെ പുള്ളി 8 മണിക്ക് എഴുന്നേറ്റ്, 10 മണിക്ക് ഓട്ടമെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റ് പതുക്കെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്ക് അവിടെ ചെന്ന് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഓടാൻ പറ്റത്തില്ല, എന്നെ പോലുള്ളവർക്ക്. കാരണം ഇവർക്ക് എന്തു വേണം? ഒരു പരിശീലനം ഇതിനു മുമ്പ് വേണം. ഒരു പരിശീലനം ഇല്ലാതെ അവർക്ക് മുൻപോട്ട് ഓടാനായിട്ട് പറ്റത്തില്ല.
അവർ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരായിരിക്കാം, ശരിയാണ്. പക്ഷെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ഒരു 10 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അണച്ച് പിന്നോട്ട് വെള്ളം കുടിച്ചുകൊണ്ട് പോകാനുള്ള കാരണമുണ്ട്. അവർക്ക് ഈ ഓട്ടക്കളത്തിൽ ഓടുവാനുള്ള സ്റ്റാമിന ഇല്ലെന്നുള്ളതായ കാര്യം. സ്റ്റാമിന ഇല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞു വരുമ്പോൾ, ഇവർ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ദിവസമല്ല ഇതിനു വേണ്ടി നോക്കേണ്ടത്. നാളുകൾക്ക് മുൻപ് ഇവരത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വേറെ രീതി ഞാൻ പറഞ്ഞാൽ, ഇവർക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ ഓട്ടക്കളത്തിൽ ആരെങ്കിലും ഓടണമെങ്കിൽ ഒരു പ്രിപ്പറേഷൻ കൂടാതെ ഓടാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഏത് വ്യക്തി ഈ ആത്മീയ ഗോളത്തിൽ ഓടുവാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. എന്ത് പ്രിപ്പറേഷനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? അതാണ് ഒന്നാമത്തെ പാർട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞത് 2 കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ ആവശ്യമായിരിക്കുന്നത്. 2 things. 2 കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ ആവശ്യമായിരിക്കും. എന്തൊക്കെയാണെന്ന് ആവശ്യമായിരിക്കുന്നു അവിടെ പറയുന്നു. ഒന്ന്, നിങ്ങൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട് എന്ത് വേണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. അപ്പോൾ 2 കാര്യങ്ങൾ വിട്ടുകളയണം ഈ ഓട്ടം ഓടണമെങ്കിൽ. ഇതിൻ്റെ ഓട്ടത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഓട്ടത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ അന്നേരം അങ്ങോട്ട് ഓടുവാനല്ല, ഇതിനു മുൻപ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. ആ ഓട്ടത്തിന് വേണ്ടതായിരിക്കും ഡ്രസ്സായിരിക്കണം അവർ ധരിക്കേണ്ടത്. വെറുതെ എന്തെങ്കിലും രീതിയിൽ കടന്നു വന്നാൽ പറ്റത്തില്ല. പിന്നെയോ എന്താ അവർക്ക് വേണ്ട പ്രിപ്പറേഷൻ? 2 കാര്യങ്ങൾ. ഒന്നാമത്തെ വിഷയമാണ് എവരി വെയിറ്റ്, എല്ലാ ഭാരങ്ങളും. രണ്ടാമത്തത് മുറുകെ പറ്റുന്ന പാപങ്ങൾ, the sin that doeth so easily beset us, the sin that beset us. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഓടുന്നതിന് മുമ്പായിട്ട്, ഓടാനായിട്ട് അങ്ങോട്ട് നിൽക്കുന്നതിന് മുമ്പായിട്ട്, ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമായി. എന്താ ഉണ്ടാകേണ്ടത്? അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഓവർ വെയിറ്റ് ആകരുത്. നിങ്ങൾ ചിന്തിക്ക്, ഒരു മാരത്തോൺ ഓടാനാൻ വേണ്ടി ഒരാൾ നിൽക്കുക, പുള്ളിയുടെ വെയിറ്റ് ഒരു 120 കിലോ ഉണ്ടെന്ന് ചിന്തിക്കുക. ഈ പുള്ളിക്ക് ഓടാൻ നോക്കിയാൽ ഓടാൻ പറ്റുമോ പറ്റത്തില്ലയോ? ഈ ഭാരം കൊണ്ട് പുള്ളിക്ക് അധിക ദൂരം ഓടാൻ പറ്റത്തില്ല. ചിന്തിക്കുക, നല്ല ഒരു റെയിൻകോട്ടൊക്കെ ധരിച്ച് ഈ പുള്ളി ഓടാനായിട്ട് നോക്കിയാൽ വല്ല നടക്കുമോ? എന്താ വേണ്ടത്? തൻ്റെ ഡ്രസ്സിൽ ഒരു മാറ്റം വേണം. തൻ്റെ ശരീരത്തിൽ ഓവർ വെയിറ്റ് ഉണ്ടാകാനിടയാകരുത്. തൻ്റെ ശരീരത്തിന് ഈ ഓട്ടം ഓടുവാൻ തക്കവണ്ണം പറ്റുന്ന ശരീരമല്ല എങ്കിൽ ഈ ഓട്ടത്തിൽ വിജയിക്കുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണേ നിങ്ങൾ എൻ്റെ വേർഡുകൾ ഓരോന്നും. ഈ ഓട്ടം ഓടി വിജയിക്കുവാൻ പറ്റുന്ന ശരീരമല്ലെങ്കിൽ ഈ ഓട്ടം ഓടി വിജയിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അവൻ ധരിക്കേണ്ട വസ്ത്രങ്ങൾക്കും ചില പ്രാധാന്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പുറത്ത് വെച്ചുകൊണ്ട് ഇന്ന് ബാക്ക് പാക്കും കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഓട്ടക്കളത്തിൽ ഓടേണ്ട രീതിയിൽ ഓടാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അവർക്ക് എന്താ ആവശ്യമായിരിക്കും? ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഓവർ വെയിറ്റ് ഒക്കെ ഒന്ന് താഴെ വെക്കണം. ഈ ഓട്ടം ക്രിസ്തീയ ഓട്ടം ഓടണമെങ്കിൽ, ക്രിസ്തീയ ഓട്ടത്തിൽ മുൻപോട്ട് ഗമിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഈ ഓവർ വെയിറ്റ് താഴെ വെക്കാതെ ഓടാനായിട്ട് പറ്റത്തില്ല. ഇന്ന് പലപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓവർ വെയിറ്റും തോളത്ത് വെച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടം മുൻപോട്ട് പോകാത്തത്. മനസ്സിലായിക്കോണേ എല്ലാവരും. പലപ്പോഴും ആ ഭാരങ്ങൾ മുഴുവൻ തോളിൽ വെച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും ഭാരമാ, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ഭാരമാ. എവിടെ നോക്കിയാലും ഭാരങ്ങളുടെ കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു താനിക്കുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്താണ് ഈ ഭാരങ്ങൾ? ഒന്ന് വായിച്ചോട്ടെ. 2 തിമോത്തി chapter 2 verse number 4. 2 തിമോത്തിയോസ് 2:4. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. അപ്പോൾ ഒന്ന്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല പടയാളിയായി നിൽക്കണമെങ്കിൽ അവൻ എന്തുണ്ടാകരുത്? ഉപജീവന കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഓട്ടം ഓടണമെങ്കിൽ എന്തോ വേണം? ഉപജീവന കാര്യങ്ങളിൽ ഇടപെടരുത്. അതിനാണ് ഫുൾ ടൈം മിനിസ്ട്രി.
അതല്ല ദൈവം ഇവിടെ പറയുന്നത്. പടച്ചേത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഉപജീവനക്കാരങ്ങൾ ഇടപെടാതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കിക്കോണം, എൻ്റെ ജീവിതത്തിൽ ഈ ദൈവം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എനിക്ക് ഓടാതിരിക്കുവാനുള്ള എൻ്റെ മുകളിലൊരു ഭാരമാണ്. ഏതാ? ഉപജീവന കാര്യം. ഒരുത്തനെ കർത്താവ് വിളിച്ചു, കുഞ്ഞെ നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, എൻ്റെ അപ്പനെ കുഴിച്ചിട്ട് ഞാൻ വരാം. എന്താ പുള്ളിക്ക് ഓടാനുള്ള ഭാരം? എന്ന് പുള്ളിയുടെ അപ്പനാ അവിടുത്തെ പ്രശ്നം. അതാ തൻ്റെ തോളിൽ കിടക്കുന്ന ഭാരം. ഒരു വലിയ പാണ്ടല്ല തൻ്റെ ചുമലിൽ കിടക്കുന്നത്, തൻ്റെ അപ്പനാ അവിടെ കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ തോളത്ത് കിടക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തോണം. ഒരു കാര്യം സത്യമാണ്, ഈ വെയിറ്റ് കുറയ്ക്കാതെ മുൻപോട്ട് ഓടാനായിട്ട് പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ എൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും സഹോദരന്മാരെയും ഭർത്താവിനെയും മക്കളെയും, അതെൻ്റെ ഭാഷയാണ് കേട്ടോ, മക്കളെയും വിട്ടുകളയാത്തവന് പ്രതിഫലം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ വാദത്തെ ഭാര്യയെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ചുമലിൽ ചില ഭാരങ്ങൾ വെച്ചിരിക്കുന്ന ചില കെട്ടുകളുമായിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് എൻ്റെ ഓട്ടത്തിൻ്റെ തടസ്സത്തിൻ്റെ കാരണം. ഞാൻ ഓടി മുൻപോട്ട് കടന്നു പോകാതിരിക്കുന്നതിന് കാരണം, ഞാൻ ഓടി അന്ത്യത്തിലേക്ക് കടന്നു ചെല്ലാതിരിക്കുന്നതിന് കാരണം ചില ഭാരങ്ങൾ എൻ്റെ ചുമൽ വെക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഇതൊക്കെ ആവശ്യമില്ലയോ? ഇതിനായി NB വന്നിട്ട് കഴിഞ്ഞ ആഴ്ച മെസ്സേജ് കൊടുത്തത്. അവിടെ പറഞ്ഞു, മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്ക്, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനകത്തുണ്ട് ഉത്തരം. അപ്പൊ എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ഒന്നാമത്, ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ ഭാരത്തിന്റെ കെട്ടാണ് അവരുടേതായിരിക്കുന്ന ഉപജീവന കാര്യം എന്നുള്ളത്. ഉപജീവന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് നല്ല കർത്താവായ യേശു പറഞ്ഞത്. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, വയലിലെ താമര എങ്ങനെ വളരുന്നു, ആകാശത്തിലെ പറവ എങ്ങനെ വളരുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയ്ക്ക് വേണ്ടത് അവയ്ക്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അവയേക്കാൾ വിശേഷമുള്ളവരല്ലയോ? ഒരു കാശിന് 2 കുരികൾ, 2 കാശിന് 5 കുരികൾ. 5 കുരികൾ എന്ന് പറഞ്ഞാൽ അതിൽ 1 കുരിക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാ. എന്നിട്ട് കർത്താവ് പറയുക, ആ 1 കുരികിനെ കുറിച്ച് പോലും അതിൻ്റെ ആഹാരത്തിന് വേണ്ടത് സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വിലയില്ലാത്തതിന് വരെ വേണ്ടതായിരിക്കുന്ന വില, അതിന് വേണ്ടത് മുഴുവൻ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്, ദൈവം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഒന്നിൻ്റെ ആഹാരം ഒന്ന് കൊടുക്കുന്നതല്ല, ഓരോന്നിനും വേണ്ടത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെ ചിന്തകൾ ഉപജീവന കാര്യങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന്, അതുകൊണ്ട് സംഭവിക്കുന്നത്, ദൈവം എന്നെ പോറ്റേണ്ടത് ആ കൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ഞാൻ സ്വയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വയമായിട്ട് പ്രവർത്തിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഓവർ കൺസേൺ ഈസ് സിൻ. ചിന്താകുലം എന്ന് പറയുന്നതാണ് ഭാരം. ചിന്ത വേണം, പക്ഷേ ചിന്താകുലം കടന്നു വരുമ്പോൾ അതൊരു പാപമായിട്ട് കടന്നു വരുന്നു. അപ്പോൾ എന്താ ഈ ഓടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്? ഓടേണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചില ഭാരങ്ങളൊക്കെ കിടക്കുക. മറ്റെന്ത് ഭാരമുണ്ട്? വായിച്ചാട്ട് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24 മുതൽ 27 വരെ, 27-ാമത്തെ വാക്യം മാത്രം വായിച്ചാട്ട്. 24 കൂടെ വായിച്ചാട്ടെ, വേഴ്സ് 24 കൂടെ. അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജ്ജനമാചരിക്കുന്നു. അപ്പോൾ അംഗം പൊരുതുന്ന ഒരു വ്യക്തി, അവൻ അംഗം പൊരുതുവാൻ പോകുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? എന്തൊക്കെയാ തനിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് തനിക്കറിയാം, അത് താൻ നോക്കും. എന്നിട്ട് 27-ാമത്തെ വാക്യം ഇപ്രകാരം കൊണ്ട് അവസാനിപ്പിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നത്. അത് എന്നെ പോലുള്ളതൊക്കെ ഉള്ളതാ. എന്തുവാ അവിടെ? ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ വളരെ ഭാരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ദൈവമേ, ഈ വചനം എൻ്റെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് കൃപ തരണം.
നമ്മളെല്ലാവരും പലതിലും വീണു പോകുന്നവരാ. പക്ഷെങ്കിൽ ഒന്ന് ഞാൻ ദൈവത്തോട് ആഗ്രഹിച്ചു, എന്ത് വേണം? ഈ ഓട്ടക്കളത്തിലൊന്ന് ഓടണമെങ്കിൽ എന്താ ആവശ്യമായിരിക്കുന്നത്? തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഈവിൾ ഡിസേഴ്സ് ഉണ്ട്, ദൈവത്തിന് ഹിതകരമല്ലാത്ത ഡിസേഴ്സും ഉണ്ട്. അത് രണ്ടും പാപം തന്നെ. എന്താ വേണ്ടത്? നമ്മളത് വിട്ടുകളയുന്നില്ല എങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം ഓട്ടക്കളത്തിൽ എനിക്ക് ഓടുവാനായിട്ട് സാധ്യമല്ല. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, എൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്ന ഭാരം ഞാൻ എടുത്ത് വെളിയിൽ വെക്കാത്തിടത്തോളം കാലം എനിക്ക് ഈ ഓട്ടം സ്ഥിരമായിട്ട് ഓടുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ദാസൻ 55-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്താ നമുക്ക് വേണ്ടത്? എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം യഹോവയിൽ എനിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ ചുമലിൽ ഇത് വെക്കുന്നതിന് പകരം ദൈവത്തിന്റെ ചുമലിലേക്കൊന്ന് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ എനിക്കൊരു അനുഗ്രഹമുണ്ട്. ആ ഭാരം ഞാൻ വഹിക്കേണ്ട കാര്യമില്ല. ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ ആ പ്രയാസങ്ങൾക്കകത്ത് കിടക്കുന്നവനല്ല ദൈവപൈതൽ. പ്രശ്നങ്ങൾ കടന്നു വരും. ചില സമയത്ത് മനുഷ്യനെ പ്രശ്നങ്ങൾ മൂടും, ഒരു രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കടന്നു വരും. എന്നാൽ ഒരു ദൈവപൈതലിന് ഒരു പ്രത്യേകതയുണ്ട്, വളരെ തളർന്നു പോകും എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, ആ സ്ഥാനത്തായിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. കുഞ്ഞെ പോയി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ കടന്നു വരുന്നത്, നമ്മെ പരിപൂർണമായിട്ട് പിടിപ്പിക്കുന്നത്. എന്താ വേണ്ടതെന്ന്? എന്നെ മുറുകെ പറ്റുന്ന ഭാരത്തിൽ നിന്ന് ഞാൻ വിമുക്തനാകാത്തിടത്തോളം കാലം ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഈ ഓട്ടക്കളറിയിൽ ഓടുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. എൻ്റെ പ്രിപ്പറേഷന്റെ ആദ്യത്തെ ഭാഗമാണ് എൻ്റെ ഭാരങ്ങൾ, സകല ഭാരങ്ങളും മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമോ? രണ്ടാമത്തെ വേർഡ് പറയുന്നു, ഏതാ? മണിക്കൂറിലെടുത്തു കഴിഞ്ഞാൽ ആ വിഷയം അവസാനിക്കത്തില്ല. ഏതാ പറയുന്നത്? മുറുകെ പറ്റുന്ന പാപങ്ങൾ, ബിസെറ്റിംഗ് സിൻ. ബിസെറ്റിംഗ് സിൻ എന്ന് പറഞ്ഞാൽ എന്താ ബിസെറ്റിംഗ് സിൻ എന്നറിയാമോ? നമ്മളിൽ തന്നെ ഉള്ളതായിരിക്കുന്ന പാപമാ. അത് നമ്മളിൽ തന്നെ കിടക്കുക. പുറത്ത് വളരെ നല്ല പൗഡറും തേച്ചാ വന്നിരിക്കുന്നത്, അകം എന്തുവാണെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് നമുക്കും അറിയാം. എന്താ വിഷയമെന്നാ? മുറുകെ പറ്റുന്ന പാപം. ഇറ്റ്സ് സോ നമ്മെ മൂടി വെച്ചിരിക്കുക, നമ്മെ ബന്ധിച്ചു വെച്ചിരിക്കുക, നമ്മെ കെട്ടിവെച്ചിരിക്കുക. നമ്മുടെ ഹോൾ ശരീരത്തിൽ നമ്മുടെ ഉടുപ്പ് കിടക്കുന്നതിനേക്കാൾ ചേർന്ന് കിടക്കുന്നതാണോ ഈ ബിസെറ്റിംഗ് സിൻ എന്ന് പറയുന്നത്? പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബിസെറ്റിംഗ് സിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അത് എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൻ്റെ ഇൻഫ്ലുവൻസ് കിട്ടുന്ന സമയത്താണ് അത് അതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. അതുവരെ ഒരു കുഴപ്പവുമില്ല. ഒരു പാപം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥാനത്ത് നിങ്ങളെ കൊണ്ടിട്ട് നിങ്ങൾ പാപം ചെയ്യത്തില്ല, ചിന്ത പാപം ചെയ്യും. അല്ലാതെ ഒരു പാപം ചെയ്യത്തില്ല, കാരണം there is no way to do sin. എന്നാൽ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള സ്ഥാനത്ത് കൊണ്ടുവന്നിട്, അവിടെ അറിയാം നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം എന്തുവാണ്. എന്താ ഈ പാപത്തിന്, ബിസെറ്റിംഗ് സിന്റെ പ്രത്യേകത? വായിച്ചോട്ടെ, റോമലേഖനം 7-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 8. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു വേർഡാണത്. പാപമോ ഒരു കാര്യം താൻ ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുക, പാപമോ, എന്നിട്ട് അവസരം ലഭിച്ചിട്ട്. എപ്പോൾ ഒരവസരം ലഭിക്കുമോ അന്നേരം ചാടി കഴുത്തെ പിടിച്ചിരിക്കും. ഇതൊക്കെയാ നമ്മൾ കൂടെ വിലപിക്കുന്നത്, എൻ്റെ ദൈവമേ എന്നെ അതിൽ നിന്ന് വിടുവിക്കണമെന്ന്. ഇതെൻ്റെ ബലഹീനതയായി എന്നെ വിടുവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എന്നെ കോപിക്കരുത് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ കോപിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ, പണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് 1 മണിക്കൂറിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും ആ സമയത്ത് നടക്കത്തില്ല. എടുത്തിയാടി കോപിക്കുകയും 2 അടി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് വീട്ടിൽ പോയി നിലവിളിക്കും, എൻ്റെ ദൈവമേ ഞാൻ ചെയ്യേണ്ടതല്ല ചെയ്തു പോയെന്ന്. പക്ഷെ എന്തുവാ സംഭവം? പാപമോ അവസരം ലഭിച്ചു.
പാപത്തിനൊരവസരം ലഭിച്ചു, പാപത്തിനൊരു ടൈം കിട്ടി, പാപത്തിന് അനുകൂലമായ സാഹചര്യം കിട്ടി. പാപത്തിന് അനുകൂലമായ സാഹചര്യം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ച ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാൽ, പാപമോ അവസരം ലഭിച്ചിട്ട് സകല മോഹത്തെയും അവസരത്തിന് വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ബിസെറ്റിംഗ് സിൻ. നമ്മൾ ജയിച്ചിട്ടുള്ള ഒത്തിരി വിഷയങ്ങളുണ്ടായിരിക്കെ, പല വിഷയത്തിന്മേൽ നമുക്ക് ജയാളികളാണ്. ഒരുപക്ഷെ വേണ്ടാത്തത് നമ്മൾ സംസാരിക്കത്തില്ല, വേണ്ടാത്തത് നമ്മൾ കാണത്തില്ല, നമ്മൾ ഒരുപക്ഷെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബിസെറ്റിംഗ് സിന്നിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ മരണം വരെ അത് കൂടെ കാണും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു യോസെഫിൻ്റെ യൗവനപ്രായത്തിൽ പാപം ചെയ്യുവാൻ ഇടയായിത്തീർന്ന സ്ഥാനത്ത് പാപം തൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ യോസെഫ് ഒരു കാര്യം മനസ്സിലാക്കി, എനിക്കത് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച പുരുഷനായിരിക്കും ദാവീദ്. അനേക ഭാര്യമാർ തനിക്കുണ്ട്. പാപം ചെയ്യുവാൻ ഒരവസരം തൻ്റെ മുമ്പിൽ ലഭിച്ചപ്പോൾ താൻ പാപം ചെയ്തു. ആത്മീയത്തിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ, ശ്രദ്ധിച്ചോണേ നിങ്ങൾ ഈ വേർഡ്, നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറുകപ്പറ്റുന്ന പാപമുണ്ട്. ഈ പാപത്തിന് ഒരു അവസരത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. അവസരം അതിന് കിട്ടിയാൽ നമ്മെ വീഴിക്കും. പക്ഷെ എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വാസ്തവത്തിൽ നമുക്ക് അതിന്മേൽ ജയാളിയാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വാസ്തവത്തിൽ എൻ്റെ പെർഫെക്ഷൻ, എൻ്റെ ഓട്ടം മുൻപോട്ട് ഓടാതിരിപ്പാൻ തക്കവണ്ണം എന്നെ തടയുന്ന ഒരു വിഷയമാണ് മുഴുകപ്പറ്റുന്ന പാപം. വായിച്ചോട്ടെ, 2 Peter chapter 2. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ, മനസ്സിലായ, മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ പ്രൊക്ലൈം ചെയ്യുന്നു. ഡെലിവറൻസാ, എവിടെ നോക്കിയാലും ഡെലിവറൻസ് മീറ്റിംഗ്. പക്ഷെങ്കിൽ അവര് എവിടെ കിടക്കുക? They are under curse. അവർക്കൊരു ഡെലിവറൻസ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഡെലിവറൻസ് ഇല്ലാതിരിക്കെ എത്ര ഡെലിവറൻസിന്റെ വാക്ക് പറഞ്ഞാലും അതുകൊണ്ട് എന്താകത്തില്ല? ഒരു ഡെലിവറൻസ് നടക്കത്തില്ല. ഡെലിവറൻസ് ആദ്യം നടക്കണമെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് ഉണ്ടായിരിക്കണം. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കും. എൻ്റെ ജീവിതത്തിലൊരു ഡെലിവറൻസ് ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് എനിക്ക് പ്രൊക്ലെയിം ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ദുഷ്ടപിശാച് ഇങ്ങോട്ട് ചോദിക്കും, നീ ആരാടാ ഡെലിവർ ചെയ്യാൻ? നീ എവിടെ കിടക്കും? നീ എൻ്റെ കയ്യിലാ. പിന്നെ നീ എൻ്റെ കയ്യിലാണെങ്കിൽ എന്നെ പുറത്താക്കാൻ നിനക്കെങ്ങനെ കഴിയും? ഇതാണ് വിഷയങ്ങൾ. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കുന്നു. അവർ നാശത്തിൽ കിടക്കുക. പക്ഷെങ്കിൽ പറയാൻ പറ്റും, മറ്റുള്ളവർക്കും എന്ത് പറയാൻ പറ്റും? സ്വാതന്ത്ര്യം കൽപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ട് എന്ത് കിട്ടത്തില്ല? സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ശ്രദ്ധിച്ചോണേ, നമ്മളുടെ ജീവിതത്തിൽ ശത്രു അവകാശവാദം പറയുവാൻ ഇടയുണ്ടാകരുത്. തെറ്റുകൾ കടന്നു വരാം. പക്ഷേ ദൈവമക്കൾക്ക് വേണ്ടത് തെറ്റുകൾ കടന്നു വരുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജയത്തോടുകൂടെ മുൻപോട്ട് കടന്നു പോകണം. അവിടെ നമുക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്തു വരും? ഈ ഓട്ടം മുമ്പോട്ടൊന്ന് ഓടാൻ പറ്റും. ആ അവസരം ഗേഹസി എന്ത് സംഭവിച്ചു? ഒരവസരം ലഭിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ അവസരം പാപത്തിലേക്ക് നടത്തി. യൂദാ ഇസ്കറിയോത്ത ഒരവസരം ലഭിച്ചു. എന്ത് ചെയ്തു? മനോഹരമായ ചുംബനവും കൊടുത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞു. വേദപുസ്തകം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ദാവീദ് അവസരം ലഭിച്ചു, പാപം ചെയ്തു. കൃപയാൽ ദാവീദ് മടങ്ങി വന്നു. ഈ പണത്തിൻ്റെ പിന്നാലെ അവസരത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ട്,
ഒറ്റ വ്യക്തി പോലും മടങ്ങി വന്നിട്ടില്ല. ശ്രദ്ധിച്ചോണേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഇതിനകത്ത് ആര് പെട്ടുപോയിട്ടുണ്ടെങ്കിലും വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പെട്ടുപോയിട്ടുള്ള ഒരൊറ്റ ഒരാൾ പോലും മടങ്ങി വന്നിട്ടില്ല, ഇൻക്ലൂഡിങ് അനന്യ സഫീറ ഉൾപ്പെടെ. എല്ലാവരും ആ പാപത്തിൽ വീഴ്ത്തപ്പെടുവാൻ കാരണമായി തീർന്നു. ശ്രദ്ധിച്ചോണം ഈ വേർഡ്, മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഒരു കൂട്ടം ആൾക്കാർക്ക് എന്തായിരിക്കാം? പണമായിരിക്കാം. മറ്റുള്ളവർക്ക് എന്തായിരിക്കും? ജഡത്തിൻ്റെ മോഹമായിരിക്കാം. മറ്റുള്ളവർക്ക് എന്തായിരിക്കാം? ഒരുപക്ഷെ മുൻകോപമായിരിക്കാം. മറ്റുള്ളവർക്ക് അസൂയയായിരിക്കാം. എൻ്റെയും നിങ്ങളുടെയും മുറുകെ പറ്റുന്ന പാപം ഏതെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഒരു മുറുകെ പറ്റുന്ന പാപമില്ലെന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധയാണെന്ന് പറയുവാൻ ആരുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും അവസരം ലഭിച്ചാൽ ചെയ്യാൻ പറ്റുന്ന പാപങ്ങളുണ്ട്, നമ്മൾ മനുഷ്യരായതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, ആ ഓട്ടത്തിൽ ഒന്ന് ഓടണമെങ്കിൽ അതിനെ കൂടെ മരിപ്പിക്കാതെ ഓടാനായിട്ട് പറ്റത്തില്ല. ഉള്ള ഭാരങ്ങളെല്ലാം എടുത്തങ്ങ് മാറ്റിവെക്കണം. ഈ ഓട്ടം ഓടുന്നതിന് ആ ഭാരം ഒരു തടസ്സമാകരുത്. മുറുകെ പറ്റുന്ന പാവങ്ങളും ഒരു സൈഡിലോട്ടങ്ങ് മാറ്റിവെക്കണം. പറ്റും. എന്ത് ചെയ്താൽ? ദൈവത്തിൻ്റെ ദാസന് പറയുന്നു, തൻ്റെ ജീവിതത്തിന് മുറുകെ പറ്റുന്ന പാപങ്ങളെ നോക്കിക്കൊണ്ട് പൗലോസിന് പറയുവാൻ സാധിക്കും, നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത് എനിക്കും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങളായിട്ട് കിടക്കത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ ഓട്ടത്തിലൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഓട്ടക്കളരിയിലൊന്ന് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ, ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരുക്കമില്ലാതെ ആ ഓട്ടക്കളരിയിൽ നിൽക്കുവാൻ സാധ്യമല്ല. പ്രിപ്പറേഷൻ ഇല്ലാതെ ഓട്ടക്കളരിയിൽ നിൽക്കുന്നുവെങ്കിൽ വഴിയിൽ വെച്ച് തളർന്നു പോകും, വീണു പോകും. എന്നാൽ ഒരുക്കത്തോടുകൂടെ ഓട്ടക്കളത്തിൽ നിൽക്കുന്നുവെങ്കിൽ, തൻ്റെ മുൻപിലൊരു ദർശനമുണ്ട്, ആ കാഴ്ചപ്പാടോടുകൂടി താൻ നിൽക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ 100% ഓട്ടമോടി തികയ്ക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചാടി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മോട് സംസാരിച്ച വിഷയത്തിൽ നിന്നുകൊണ്ട് ശാന്തമായിട്ടൊന്ന് ദൈവത്തോടൊന്ന് പറയുമോ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ എന്താണ് നാം 2-3 പോയിന്റ്സ് നാം പഠിച്ചു. ഒന്ന്, നാം മനസ്സിലാക്കിയത്, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നമ്മെപ്പോലെ കഷ്ടങ്ങൾ കടന്നുപോയി, നമ്മെപ്പോലെ പ്രയാസങ്ങൾ കൂടെ അവർ കടന്നുപോയി. നമ്മുടെ കഷ്ടങ്ങൾ നമുക്കൊരൊറ്റപ്പെട്ട വിഷയമല്ല. മറ്റുള്ളവരും ആ രീതിയിൽ കടന്നുപോയെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കുക, അവരാണ് നമ്മുടെ ചുറ്റുപാട് നിന്നുകൊണ്ട് നമ്മെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. കുഞ്ഞെ, നീ മുൻപോട്ട് പോ, ഒരു കാലൂടെ എടുത്ത് വെയ്യ്, ഞാൻ ഇതാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് മുൻപോട്ട് കടന്നുപോയത്, നീ ഒരു കാലൂടെ എടുത്ത് വെയ്യ്, നിനക്കതുമേൽ ജയമെടുക്കുവാൻ സാധിക്കും, നിനക്കതുമേൽ ജയമെടുക്കുവാൻ സാധിക്കും. ഇന്ന് രാത്രി ദൈവ സാക്ഷികൾക്ക് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് വെയ്യ്, നിങ്ങൾക്ക് മുൻ ജയാളിയായി തീരുവാൻ സാധിക്കും. ഒരു സ്റ്റെപ്പ് വെയ്യ്, പരാജിതനാകത്തില്ല. ഹല്ലേലൂയ. എന്താവശ്യമായിരിക്കുന്നത്? മുഴുവൻ പറ്റുന്ന പാപങ്ങളെ വിട്ടുകളയുക. എന്താവശ്യമായിരിക്കുന്നത്? സകല ഭാരങ്ങൾ ഉപേക്ഷിച്ച് കളയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തോട് പറയുമോ, കർത്താവേ, എൻ്റെ ഭാരത്തോടു കൂടി ഞാൻ ഓടുവാനല്ല പോകുന്നത്, എൻ്റെ ഭാരം ഞാൻ ഇറക്കി വെക്കുക. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്, എന്നെ ഭാരപ്പെടുന്ന ഒത്തിരി വിഷയമുണ്ട്. ഒന്നുകിൽ എൻ്റെ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. എൻ്റെ കർത്താവേ, ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക, എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. ഇനിയും അതെൻ്റെ ജീവിതത്തിൽ ഭാരമായി വരുവാൻ എൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് എല്ലാവരും പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ കരുതുവാൻ മതിയായവൻ, എൻ്റെ ദൈവം എന്നെ പോറ്റുവാൻ മതിയായവൻ, എൻ്റെ സകല ഭാരങ്ങളോ അവൻ വഹിക്കുവാൻ മതിയായവൻ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കും, ഞാൻ ചിന്താകുലമായി തീരേണ്ട ഒരു വിഷയങ്ങളുമില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുവാൻ ശക്തൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി
കരുതുവാൻ ശക്തൻ. നാളേക്ക് ആഹാരത്തിന് വകയില്ലയോ എന്ന് രാത്രി ദൈവത്തോട് പറ. നാളെ കാക്കയെ അയച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭോജനം കൊടുത്തുവാർക്ക് ദൈവം നമുക്ക് വേണ്ടി തന്റെ ഭക്തന്മാരെ അയച്ചുകൊണ്ട് ഭോജനം തരുവാൻ ശക്തനെന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ വേദനകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ പാദപ്പെടുന്ന ഇറക്കി വെച്ചാട്ട് ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ എന്റെ ഭാരം ഇന്നതാ, എന്നെ നീ ഒന്ന് വിടുവിക്കണം. ഹല്ലേലൂയ, എന്നെ നീ ഒന്ന് വിടുവിക്കണം. ഈ ഭാരം ചുമന്നുകൊണ്ട് ഞാൻ വെളിയിലേക്ക് കടന്നു പോകുന്നില്ല. എന്റെ യേശുവിന്റെ ഭാരം ചുമക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു പ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു നമ്മെ മാടി വിളിക്കുക, അവന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അവൻ നമ്മെ മാടി വിളിക്കുമ്പോൾ ഇന്ന് രാത്രി അവന്റെ അടുക്കലേക്ക് ഓടി കടന്നു ചെന്നാട്ടോ എന്റെ യേശുവിനോട് പറഞ്ഞാൽ, ഞാൻ വരിക കർത്താവേ, ആ ക്രൂശിൽ ഞാൻ നമ്പുക, ആ ക്രൂശിൽ ഞാൻ മുട്ടുമടക്കുക, എന്റെ ചുമട് ഭാരങ്ങൾ മുഴുവൻ ആ ക്രൂശിൽ ചുവട്ടിൽ ഞാൻ വെക്കുക. ഇനി ഞാനിത് വഹിച്ചുകൊണ്ട് പോകുന്നില്ല. എനിക്ക് ഓടുവാനുണ്ട്, എനിക്ക് റോട്ടിൽ ഓടുവാനുണ്ട്. എന്നെ പോറ്റുവാൻ നീ ശക്തൻ, എന്നെ കരുതുവാൻ നീ ശക്തൻ, എന്നെ പരിപാലിപ്പാൻ നീ ശക്തൻ. ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട്